മക്കളെ, വിശ്വാസത്തിൽ കണ്ണുകൾ കൊണ്ട് കാണുന്നതല്ല, വിശ്വാസത്തിൽ കാണുന്നത് നാളെ നിങ്ങളുടെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബാംഗങ്ങളിലും കുടുംബത്തിലും കാണാൻ നമ്മുടെ കർത്താവ് അനുവദിക്കുമെന്നുള്ള വിശ്വാസത്തിന്റെ സത്യം നമ്മൾ എടുക്കണം. അതുകൊണ്ട് കണ്ടിട്ടല്ല, കാണാതെ വിശ്വാസം. അതുകൊണ്ടാണല്ലോ അബ്രാഹത്തിന് മക്കളെ നൽകുന്ന 10 വയസ്സുണ്ടായിരുന്നു. 100 വയസ്സ് പ്രായമായപ്പോഴാണ് പറഞ്ഞത് മക്കളെ തരാൻ പോകുന്നത്. അതും ആകാശത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. കൂടാരത്തിന്റെ പുള്ളിയെ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി ആകാശത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. ഇതുപോലെ മക്കളെ തരുന്നു പറഞ്ഞു. കടൽ തീരത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. ഇതുപോലെ പിള്ളേരെ തരുന്നു പറഞ്ഞു. പുള്ളിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ആ പ്രായത്തിലേക്ക് പറയുന്നത് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് വിശ്വസിക്കാനും പ്രതീക്ഷിക്കാനും ഒരു സാധ്യത ഇല്ലാതിരുന്നിട്ടും അതിന് പറയുന്നു അവൻ പ്രതീക്ഷയോടെ വിശ്വസിച്ചു. പ്രതീക്ഷയോടെ വിശ്വസിച്ചു. സമാനമായ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന, പ്രത്യാശിക്കാൻ ഒന്നുമില്ലാത്ത, ഇനി ഒന്നും നടക്കില്ല എന്ന് ലോകം വിധി എഴുതിയ അനുഭവങ്ങൾ, ഇനി രക്ഷയില്ല എന്ന് നമ്മുടെ മനസ്സെഴുതിയിരിക്കുന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ട, പ്രത്യാശ നഷ്ടപ്പെടുന്ന അനുഭവങ്ങളിലും അബ്രാഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഓർമ്മപ്പെടുത്താനാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത് നാം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മക്കളെ, പ്രതീക്ഷിക്കാനൊന്നുമില്ലേലും നമുക്ക് പ്രത്യാശിക്കാനൊന്നുമില്ലേലും ദൈവത്തിന്റെ കരങ്ങളിലും ദൈവത്തിന്റെ കാരുണ്യത്തിലും നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചാൽ നമ്മുടെ പ്രതീക്ഷയ്ക്കും അപ്പുറം